ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് 7000 വേതനം കൂട്ടിക്കൊടുത്തത് കഴിഞ്ഞ LDF സർക്കാരാണെന്നും തോമസ് ഐസക് പറഞ്ഞു. 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന സർക്കാരുമാണ് ഇൻസെൻറ്റീവ് നൽകേണ്ടത്. കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 മാസമായി ഇൻസെൻറ്റീവ് ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് ആശാ വർക്കർമാർ സമരം നടത്തേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലല്ല, അതിന് തൊട്ടടുത്ത AG's ഓഫീസിന് മുമ്പിലാണെന്നും തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമുക്ക് വരുന്ന വീതം കുറഞ്ഞു വരുന്ന തുകയെ പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്താണ്? ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അങ്കണവാടിക്കാർ തുടങ്ങിയവരുടെ ഒന്നും അലവൻസോ കാര്യങ്ങളോ 60:40 കേന്ദ്രം തരുന്നേയില്ല. ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു, സംസ്ഥാന സർക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരു സംശയം വേണ്ട, നിശിതമായിട്ട് പരിശോധിക്കപ്പെടും, തുറന്നു കാണിക്കപ്പെടും. ആശാ വർക്കർമാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ, മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്, അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. 1000-ൽ നിന്ന് 7000 ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവും കൂടി ചേർക്കുമ്പോൾ 13000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? ചില കാറ്റഗറീസിന് പഞ്ചായത്തിൻ്റെ അല്ല, സംസ്ഥാന സർക്കാരിന് തന്നെ അനുമതി വേണ്ടെന്നുള്ള നിലപാടാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള സമരം ആശാ വർക്കർമാരെ മാത്രമല്ല മറ്റ് തൊഴിലാളി സംഘടനകളെയും മുൻനിർത്തി രാജ്യമാകെ CLTU നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.